സന്ദീപ്, ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വടകര എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തീവാറും പോരാട്ടമായിരുന്നു. അങ്ങേയറ്റ തീവാറും പോരാട്ടം നടക്കുന്ന പ്രചരണ ഭൂമികളൊക്കെ ഏറിയും കുറഞ്ഞും ഇത്തരത്തിൽ അനാരോഗ്യമായ പ്രവണതകൾ കാണുന്നുണ്ട്. വടകര ഇക്കുറി അത് കുറച്ച് കൂടിയ അളവിൽ കണ്ടു. ആ, അതിനൊക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു തീപ്പൊരിയുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇറക്കിക്കൊണ്ട് അതിൻ്റെ സകല സീമകളും ലംഘിച്ച ഒരു നടപടിയാണ് ആ സ്ക്രീൻഷോട്ട്. അതിനി ആവർത്തിക്കരുത് എന്നതിൻ്റെ ഒരു മാതൃക കൂടിയാവുന്നില്ലേ ഇപ്പോൾ ഈ കാസിം നടത്തുന്ന വ്യവഹാരങ്ങളും അതിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്തേക്ക് വരുന്നതും? സന്ദീപ്. അല്ല ഹാഷ്മി, പറയുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. കെ ശൈലജ വാസ്തവത്തിൽ ഊതി ഉയർപ്പിച്ച ഒരു PR മന്ത്രിയായിരുന്നു. അവരുടെ PR ടീമിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടന്നിട്ടുള്ളത്. അപ്പുറത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയും PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ PR വർക്ക് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും PR ടീമുകൾ തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ് വടകരയിൽ നടന്നത്. അതിനുവേണ്ടി അവർ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു. മതം ഉപയോഗിച്ചു, ജാതി ഉപയോഗിച്ചു, സകലമാന ആയുധങ്ങൾ ഉപയോഗിച്ചു. ഇതാണ് അതിൻ്റെ സത്യമെന്ന് പറയുന്നത്. ഈ PR വർക്കിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, BJPയെ സംബന്ധിച്ചോളം BJPക്ക് കേരളത്തിൽ തന്നെ ഏകദേശം 1,20,000 വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. താരതമ്യേന മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ദുർബലമായിട്ടുള്ള പ്രദേശമാണ്. CPM ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ CPMന്റെ ഒരു ഇടത് നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ അവർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വർഗീയ ശക്തികളെ തുരത്തിയിട്ടുള്ള ഒരു ഭൂമികയാണ് കണ്ണൂരും വടകരയും എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. ആ വടകരയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചതെന്ന് നമ്മൾ കണ്ടു. നേരത്തെ തന്നെ അതിന്റെ പശ്ചാത്തലവും അങ്ങനെയാണ്. ദീർഘകാലമായിട്ട് വർഗീയ അടിസ്ഥാനത്തിൽ ചേരിതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ആരെയാണ് ഇവർ കുറ്റപ്പെടുത്താൻ പോകുന്നത്? ഇവരെല്ലാവരും ഈ വർഗീയത ആയുധമാക്കി എടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എടുത്തുകൊണ്ട് അവർ മറ്റുള്ളവരെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചു കൊടുക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചിട്ടുണ്ട്. നിരവധി ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോൾ കാസിമോട് യുദ്ധം ചെയ്തു, അയാൾ അതിൽ നിരപരാധിത്വം തെളിയിച്ചു. പക്ഷേ പലപ്പോഴും കോടതിയിൽ പോകാൻ സാധിക്കാത്ത സാധാരണക്കാരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള CPMന്റെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തികൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, കേസുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മാത്രമല്ല, ഈ കേരളത്തിലുടനീളം നോക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുകയും 24 മണിക്കൂറിനകം അയാളെ അർദ്ധരാത്രി വീട്ടിന് ചുറ്റും നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, ഒരു ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലെ പോലീസ് സംവിധാനം ഇത്രയും കാലമായിട്ട് പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയും. ഇപ്പോഴാണ് പോരാളി ഷാജിക്ക് അഡ്മിൻ ഉണ്ടെന്നും ആ അഡ്മിന്റെ പേരും നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഹാഷ്മിക്ക് സമാധാനമായി ഉണ്ടാവും. ഹാഷ്മിയെ നിരന്തരമായിട്ട് ആക്ഷേപിച്ചിരുന്ന പോരാളി ഷാജിയുടെ അഡ്മിനാണെന്ന് ഈ സമയത്ത് ഹാഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ പോരാളി ഷാജിയുടെ അബ്യൂസിന് ഇരയായിട്ടുണ്ട്. കേരളത്തിലെ പോരാളി ഷാജിയുടെ അബ്യൂസിന് അല്ലെങ്കിൽ തെറിവിളിക്ക് ഇരയാവാത്ത CPM അല്ലാത്ത ഏത് രാഷ്ട്രീയ നേതാവുള്ള CPMലെ രാഷ്ട്രീയ നേതാക്കൾ ഒഴികെ ബാക്കി എല്ലാവർക്കെതിരെയും ഈ പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് വളരെ അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജിൽ കണ്ടന്റുകൾ വന്നിട്ടില്ലേ? ഇപ്പോഴല്ലേ ഈ കോടതി ഇടപെട്ടപ്പോഴല്ലേ ഈ അഡ്മിൻ പുറത്തു വരുന്നത്? നോക്കൂ, വാസ്തവത്തിൽ പോരാളി ഷാജിക്കെതിരെ എത്ര കേസുകൾ എടുക്കേണ്ടതാ? ഇവർ ഈ നിമിഷം വരെ അവർ സംരക്ഷിക്കുകയല്ലേ? ഒരു കേസല്ല, BJPയുടെ എല്ലാ നേതാക്കളും ഇവരുടെ അസഭ്യവർഷത്തിനിരയായിട്ടുണ്ട്, വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്കിരയായിട്ടുണ്ട്. ഹാഷ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോരാളി ഷാജിയുടെ ഈ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്കിരയായിട്ടുണ്ട്. പക്ഷേ ഈ CPM ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വിശുദ്ധമായിട്ടുള്ള പ്രദേശം ഉണ്ടല്ലോ, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവാധിപത്യമുള്ളൊരു പ്രദേശം ഉണ്ടല്ലോ, ആ സർവാധിപത്യമുള്ള പ്രദേശമാണ് കേരളത്തിലെ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിളനിലമാകുന്ന പ്രദേശം, ഏറ്റവും അധികം വർഗീയമായിട്ടുള്ള പ്രചരണം നടക്കുന്ന പ്രദേശം. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും CPM ഏറ്റെടുത്തേ പറ്റൂ. CPM മാത്രമാണ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളത്. അവരുടെ നേതാക്കൾ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഓർമ്മയില്ലേ, ഫസൽ വധക്കേസ് വന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് തിരുവനന്തപുരത്തുള്ള കോടിയേരി ബാലകൃഷ്ണൻ പ്രതികൾ RSS ആണെന്ന് പ്രഖ്യാപിച്ചത്? ഓർമ്മയില്ലേ, എത്ര നിരപരാധിയായിട്ടുള്ള RSS പ്രവർത്തകർ അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു, എത്ര പേരെ കൊണ്ടുപോയി പോലീസ് തല്ലിച്ചതച്ചു, എത്ര ചെറുപ്പക്കാരുടെ ജീവിതം തകർന്നു. ഒടുവിൽ അന്വേഷണം നടത്തി കണ്ടെത്തിയത് എന്താ? CPMന്റെ നേതാക്കൾ ഗൂഢാലോചന നടത്തി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിട്ട് ആ ചോരയിൽ മുക്കിയ തൂവാൻ RSSന്റെ ശാഖയിൽ കൊണ്ടുപോയിട്ടു. എന്തിനു വേണ്ടി? മുസ്ലിം സംരക്ഷ വേഷം കെട്ടാൻ. അവിടെ RSSും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ വന്ന് ഞങ്ങളാണ് മുസ്ലിം സംരക്ഷകർ എന്ന വേഷം കെട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമമല്ലേ അവിടെ നടന്നിട്ടുള്ളത്? TP ചന്ദ്രശേഖരൻ വധക്കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. CPM ഈ തീക്കളി അവസാനിപ്പിക്കണം. ഈ പരിപാടി CPM അവസാനിപ്പിക്കണം.
ഇവിടെ ഇപ്പം ഈ പോരാളി ഷാജി എനിക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പോരാളി ഷാജി നന്ദിയുള്ളവരാണ്. കാരണം ഏതോ ഒരു സൈബർ വേട്ടക്കാലത്ത് സൈബർ വേട്ട കിട്ടുകൊടുക്കാൻ എൻ്റെ നമ്പർ പോരാളി ഷാജി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പങ്കുവെക്കുകയും ഇപ്പോൾ കേരളമൊട്ടാകെ എല്ലാ ഗ്രൂപ്പുകളിലും എൻ്റെ നമ്പറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഓരോ ദിവസം ഒന്നോണം ഒരുപാട് ഫോൺ കോളുകൾ അതിനുശേഷം വരുന്നുണ്ട്. ഓരോ ആവശ്യം പറയണം. ആദ്യഘട്ടത്തിൽ തെറി വിളിക്കാനായിരുന്നെങ്കിൽ പിന്നീട് സാധാരണ മനുഷ്യർ അവരുടെ ഉള്ള ഏരിയകളിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ വാർത്തകൾ പറയാനൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പോരാളി ഷാജി കൊണ്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, താങ്ക് യു മാത്രമേ ഉള്ളൂ. ശ്രീ മുഹമ്മദ് അഫ്സൽ ഇവിടെ നോക്കൂ, ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നാളത്രയായി ഇവിടെ പോലീസ് അങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഖാസിമിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതോടുകൂടി ആ അന്വേഷണം യഥാർത്ഥത്തിൽ തീർന്നു. പിന്നീട് യഥാർത്ഥ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു. പോലീസ് അവിടെ അങ്ങനെ മിണ്ടാതിരുന്നു. കാസിം ഈ പറഞ്ഞ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി, ഒന്നും ഉണ്ടായില്ല. ലാസ്റ്റ് കാസിം കോടതിയിലേക്ക് പോയി, കോടതി പറഞ്ഞപ്പോഴാണ് പോലീസ് അനങ്ങുന്നതും റിപ്പോർട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഇനിയും പോലീസ് അനങ്ങി ഈ പറഞ്ഞ റിബേഷ് ആണെങ്കിൽ റിബേഷിൻ്റെ കയ്യിൽ ഈ സ്ക്രീൻഷോട്ട് കിട്ടി യഥാർത്ഥ കൊടുത്ത ആരാണ് എന്ന് കണ്ടെത്തണമൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നാണോ ശ്രീ മുഹമ്മദ് അഫ്സൽ? അത് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യം ഇവിടെ വിശദീകരിക്കേണ്ടതായി ഉണ്ട്. ഒന്ന്, ഇവിടെ BJPയുടെ നേതാവ് സന്ദീപ് വാര്യർ ഫസൽ കേസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫസൽ കേസുമായി ബന്ധപ്പെട്ട് RSSന്റെ ക്രിമിനലായ കുപ്പി സുബീഷ് വേറൊരു കേസിൽ പെട്ട സമയത്ത് പോലീസിന് കൊടുത്ത മൊഴി പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. RSS നടത്തിയിട്ടുള്ള കൊലപാതകം അത് ബോധപൂർവം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് നേരെ, നേതാക്കന്മാർക്ക് നേരെ ചുമത്തിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷി സഖാവ് UK കുഞ്ഞിരാമനെ അപമാനിക്കുന്നതിന് വേണ്ടി സന്ദീപ് വാര്യർ മുന്നോട്ട് വന്നു. സന്ദീപ് വാര്യരോട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്, UK കുഞ്ഞിരാമൻ ശാഖയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നയാളല്ല. അദ്ദേഹം CPIഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ പ്രദേശത്തെ ആ കാലത്ത് ജീവിച്ച ആളുകളോട് ചോദിച്ചാൽ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് മെരുവമ്പായി പള്ളി കാവൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടും. സന്ദീപ് വാര്യർ എന്തും പറയും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമാവും എന്നുള്ളത് കൊണ്ടും ആ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി വല്ലാത്ത നിലയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് കണ്ടത്. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, കാഫിർ സ്ക്രീൻഷോട്ട് അതിന്റെ ഉറവിടം പുറത്തു വരണം. ഉറവിടം പുറത്തു വന്നാൽ ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം, നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എനിക്ക് ഈ പറയുന്ന UDFന്റെ പ്രതിനിധിയോട് പറഞ്ഞു വെക്കാനുള്ളത്, നിങ്ങളുടെ ഒരു നേതാവുണ്ട്, പേര് KM ഷാജി എന്നാണ്. അദ്ദേഹത്തെ MLA സ്ഥാനം അയോഗ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. എന്തിനാണെന്നറിയോ? അഴിമതി നടത്തിയതിന്റെ ഭാഗമായിട്ടല്ല. അദ്ദേഹം ഒരു ലഘുലേഖ ആ പ്രദേശത്ത് പ്രചരിപ്പിച്ചു. ആ ലഘുലേഖയിൽ പറയുന്നത് അമുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്താൽ സിറാത്ത് പാലം കടക്കില്ല എന്നുള്ളതാണ്. ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തവരാണ്, ഇമാതിരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്, അങ്ങനെ മനസ്സുള്ളവരാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടും പടപ്പിച്ചത്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കാര്യത്തിനകത്ത് മാത്രമല്ല, ഇവിടെ പ്രവർത്തകനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ശ്രീ മുഹമ്മദ് അഫ്സൽ, ഇത് പകൽ പോലെ വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മണ്ടനാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആൾ. അത്രയ്ക്ക് മണ്ടനാണ് എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഈ വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ മുഹമ്മദ് ഖാസിം ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമെന്ന് പോലും ഓർക്കാൻ കഴിയാത്ത, അത്ര പോലും രാഷ്ട്രീയ ബുദ്ധിയില്ലാത്ത ഒരു മണ്ടൻ. ഇപ്പം അത് റിബേഷ് രാമകൃഷ്ണൻ ആണെങ്കിൽ അയാൾ, അല്ലെങ്കിൽ വേറെ ആൾ. വ്യക്തമാവുന്നത് അതിനപ്പുറം ഒരു പങ്കും UDFന്റേതോ LDFന്റേതോ ലീഗിൻ്റെതോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാക്കളുടെയും ഒരു പേര് പോലും ഈ സ്ക്രീൻഷോട്ടിൻ്റെ വഴിയിൽ വരുന്നില്ല. വരുന്നത് മൊത്തം നിങ്ങളുടെ പോരാളി ഷാജി, നിങ്ങളുടെ റെഡ് എൻകൗണ്ടർ, നിങ്ങളുടെ റെഡ് ബറ്റാലിയൻ, നിങ്ങളുടെ റിബേഷ് രാമകൃഷ്ണൻ, നിങ്ങളുടെ ഗ്രൂപ്പുകൾ മാത്രം കേന്ദ്രീകരിച്ച് ആവിർഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ആരുടെ പോലീസ്? പിണറായിയുടെ പോലീസ്. ശ്രീ മുഹമ്മദ് അഫ്സൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി 10 വോട്ടിന് വേണ്ടി എന്നാണ് പോലീസ് പറയാതെ പറയുന്നത്. പ്രചരണത്തിന്റെ ഒന്നും ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. ഒന്ന് ഞാൻ പറയട്ടെ, ഈ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ റിബേഷുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റിബേഷിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന അന്വേഷണം നടക്കുകയാണ്.
അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം. അല്ല, റിബേഷ് തന്നെയാണ് കുറ്റം ചെയ്തതെങ്കിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തിനെതിരായി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, സംഘടന എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നിങ്ങളുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ് റിബേഷ് അല്ലേ? വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഇപ്പോഴും വടകര ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ റിബേഷ് രാമകൃഷ്ണൻ? അദ്ദേഹം ഈ പറയുന്ന വിധത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ആശ്മി, റിബേഷ് ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഇല്ല, സാക്ഷിയാണ്. കോൺഗ്രസിന്റെ രാജു പി നായർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്താണല്ലോ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത്. അല്ലല്ല, എന്റെ ചോദ്യം അതല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം അതല്ല. നേതാവ് പഞ്ചായത്ത് മെമ്പറാണ്. നടപടി സ്വീകരിച്ചോ? പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും എത്ര പ്രവർത്തകർ പെട്ടു? അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഞങ്ങളൊരു കാര്യം പറയാം. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം റിബേഷ് രാമകൃഷ്ണൻ ഇപ്പോഴും നിങ്ങളുടെ നേതാവാണ് അല്ലേ? താങ്കൾ ആ മേഖലയിലെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പൊ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് റിബേഷെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, സഖാവ് ഇത് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് അങ്ങേക്ക് താങ്കൾ കിട്ടിയത്? താങ്കൾ ഉണ്ടാക്കിയതാണോ അതോ വേറെ എവിടെ നിന്ന് കിട്ടിയതാണോ? സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നയാളാണ്. റിബേഷ് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള വടകരയിൽ പ്രവർത്തിക്കുന്നയാളുമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല, കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിച്ചില്ല. എനിക്ക് പൊതുവായി അവിടുന്ന് അന്വേഷണം നടത്തി കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കേണ്ട കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 4 വോട്ട് കിട്ടാൻ നെറികെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയെ ഇടതുപക്ഷത്തിനില്ല. ഈ രീതി ഇക്കാലമത്രയും സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ്. അതോടൊപ്പം തന്നെ BJP ഇപ്പോ നേരത്തെ സന്ദീപ് വാര്യർ വർഗീയതയെക്കുറിച്ചെല്ലാം ഗീർവാണം നടത്തുന്നത് കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമുന്നതനായ നേതാവ് നരേന്ദ്രമോദി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തിയ പ്രസംഗങ്ങളെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ കുറവിനെ സംബന്ധിച്ച് ഞാനിവിടെ പറയുന്നില്ല, കാരണം വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട്. പറയുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതക്കെതിരായി മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും പോരാടുന്ന പ്രസ്ഥാനമാണ്.